ഫ്രിഡ്ജ് എത്ര? ഇതൊക്കെ 100 രൂപ ഉള്ളൂ. വർക്കിംഗ് കണ്ടീഷനാണ്. ഒന്ന് ഓൺ ഫാൻ നോക്ക്. ഫാനല്ല വന്ന് 200 രൂപയാണ്. 200 രൂപ ഫാന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കോയമ്പത്തൂർ മരക്കടയില്ലേ എന്ന സ്ഥലത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് സൺഡേ രഹസ്യ മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഫുള്ള് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം, മാക്സിമം കാണാൻ ശ്രമിക്കണേ ഫ്രണ്ട്സ്. ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 80 രൂപയാണ്. 80, 100 ആ റേറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മരക്കട ആണോ മരക്കടയാണോ, എങ്ങനെയാണ് പ്ലേസ് എന്ന് അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മരക്കട എന്നാണ് പറയണത്, അങ്ങനെയാണ് കുറേ പേര് പറഞ്ഞത്. അപ്പോൾ കമൻറ്റിൽ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് മരക്കട അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്ന ജീൻസ് ഷർട്ട് അതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ജീൻസൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് പീസുമാണ്. ഇത് യൂസ്ഡ് ഒന്നും അല്ല, പുതിയത് തന്നെയാണ്. ഇതിൽ ടാഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. അതുപോലെ ഈ വെള്ളമുണ്ടില്ലേ, കൈലിയല്ല വെള്ളമുണ്ട്, അതിന് റേറ്റ് വരുന്നത് 70 രൂപ റേറ്റാണ്. ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത്. ഷർട്ടിൽ തന്നെ ലാർജും ഉണ്ട്, സ്മോൾ, അങ്ങനെ പല സൈസിലുള്ളതും ഉണ്ട്. പിന്നെ ഫുൾ സ്ലീവിൻ്റെ ഷർട്ടാണ് കൂടുതൽ കണ്ടത്, ഹാഫ് സ്ലീവ് കുറവായിരുന്നു. ഇങ്ങനത്തെ ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 4 എണ്ണം 1000 ആ റേറ്റാണ്. എങ്കിലും നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. ആദ്യം ഇവരൊരു റേറ്റ് പറയും, നമുക്ക് റേറ്റ് പറയാവുന്നതാണ്. സൺഡേ മാർക്കറ്റിൽ കൂടുതലും ഡ്രസ്സുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ചെരുപ്പുകൾ, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലുള്ളത്. ഷർട്ടിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ കാവി മോഡല് ഷർട്ടുകളില്ലേ, ഈ ഡ്രൈവർമാരുടെ ഒക്കെ ഷർട്ടുകൾ, കാക്കി മോഡൽ, അങ്ങനത്തെ ഷർട്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെ പാരഗണിൻ്റെ ചെരുപ്പാണ്. ഗേൾസിന് പറ്റിയ ചെരുപ്പുമുണ്ട്, ജെൻസിന് പറ്റിയ ചെരുപ്പുമുണ്ട്. ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമാണ്. അപ്പോൾ ചെരുപ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ട്. ലെതർ ടൈപ്പ് ചെരുപ്പുകളാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. ജെൻസിൻ്റെ ചെരുപ്പുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഗേൾസിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്, ജെൻസിൻ്റെ എടുത്ത് പറയാവുന്നതാണ്. ഇതിൽ തന്നെ ബ്ലാക്കും അതുപോലെ തന്നെ ഈ റെഡ് മോഡൽ കളറില്ലേ അതും ഉണ്ടായിരുന്നു. ഗേൾസിൻ്റെ ചെരുപ്പിൽ കൂടുതൽ കെട്ട് ചെരുപ്പില്ലേ, ആ ടൈപ്പ് ചെരുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ വിൽക്കണ ക്യാപ്പിൻ്റെ കളക്ഷൻ ഒന്ന് നോക്കിയാലോ. 20. ഏത് ക്യാപ്പ് എടുത്താലും റേറ്റ് വരുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ കുറേ കളറുകൾ ഉണ്ടായിരുന്നു. കൈലികൾക്കൊക്കെ റേറ്റ് പറഞ്ഞാൽ 100 രൂപ റേറ്റ് തന്നെയാണ്. അതിൽ തന്നെ കാവിക്കൈലി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റമുണ്ടിൻ്റെ കൈലിയല്ലേ, അങ്ങനത്തെ കൈലികളാണ് വരുന്നത്. അതിനൊക്കെ 100 രൂപ റേറ്റാണ് പറഞ്ഞത്. കോയമ്പത്തൂർ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് റേറ്റ് കുറച്ച് നമുക്ക് ഹോൾസെയിൽ വിലയിൽ ഈ ഗ്യാസ് അടുപ്പ്, അതിൻ്റെ എല്ലാ സാധനങ്ങളും, ബർണർ, എല്ലാ സാധനങ്ങളും ചെറിയ റേറ്റിന് നമുക്ക് മേടിക്കാവുന്നതാണ്. ജോലിയൊന്നും ആവാത്ത ഫ്രണ്ട്സില്ലേ, അവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനത്തെ കടകൾ. അപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് റേറ്റ് കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്കൊരു ബിസിനസ്സൊക്കെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഫുൾ ഒരു ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ബാഗിനൊക്കെ റേറ്റ് പറയുന്നത് 300 രൂപ റേറ്റാണ്. ഈ കാണുന്ന ഫാൻസി ലൈറ്റില്ലേ, അതിന് റേറ്റ് പറയുന്നത് 300 രൂപ റേറ്റാണ്. അപ്പോൾ പലയിടത്തും പല വിലയും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ റേറ്റ് കുറച്ചൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് ടീഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ഈ ടീഷർട്ടിനൊക്കെ റേറ്റ് പറഞ്ഞത് 100, 150 ആ റേറ്റാണ്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കട്ടിയുണ്ട്, ഈ തുണിക്ക് നല്ല കട്ടിയുണ്ട്, നല്ല ക്വാളിറ്റി നല്ലപോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു. വലിയ സൈസിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ചെറിയ സൈസല്ല, ഇതൊക്കെ XXL ആ മോഡലൊക്കെ, ആ സൈസൊക്കെയാണ്. അപ്പം അങ്ങനെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ക്ലോക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ക്ലോക്ക്, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, അതിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ക്ലോക്കിനൊക്കെ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. ഈ കാണുന്ന ഗ്ലാസ്സില്ലേ, ഇതൊക്കെ വെള്ളരുത്തിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ അതിന് റേറ്റ് പറഞ്ഞത് 20 രൂപ റേറ്റാണ്. സ്റ്റാർട്ടിംഗ് ആണ് 20 രൂപ റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ മരക്കട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ നമുക്ക് സൺഡേ മാത്രമേ ഉള്ളൂ വലിയൊരു കച്ചവടക്കാരുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഷോപ്പുകൾ ഓപ്പണിംഗ് ആയിരിക്കും. ഇപ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊക്കെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ബാഗിന് റേറ്റ് പറഞ്ഞത് 400 രൂപ റേറ്റാണ്. ഇതൊക്കെ ലെതർ ടൈപ്പിൽ വരുന്ന ബാഗാണ്. ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ബാഗിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റാണ്.
ഈ വലിയ ബാഗിന് റേറ്റ് പറഞ്ഞത് 500 രൂപ റേറ്റാണ്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ ഒക്കെ റേറ്റ് ഒന്ന് നോക്കിയാലോ. ഈ കാണുന്ന സ്ട്രീറ്റ് പ്ലേറ്റിലെ അതിന് റേറ്റ് പറഞ്ഞാൽ 100 രൂപ റേറ്റാണ്. ഇതിനൊക്കെ 500, 600 ആ റേറ്റാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. 400, 500, 300 രൂപ, 250 രൂപ, 100 രൂപ. இதெல்லாம் இண்டஸ்ட்ரியல் கட்டா. இண்டஸ்ட்ரியல் வைக்கலாம், கேஸ்ல வச்சுக்கலாம், அடுப்பு வச்சுக்கலாம். பாத்திரம் ஹெவி குவாலிட்டி பாத்திரம். അതെത്ര? இது 400 രൂപ. 400. இதெல்லாம் 1400 பொருள் 400 രൂപ. പാത്രത്തിനൊക്കെ സ്റ്റാർട്ടിങ് 100 രൂപ റേറ്റിൽ തുടങ്ങി 600 റേറ്റ് വരെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നോക്കി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ചെരുപ്പിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 30 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഇതിനൊക്കെ 50 രൂപ ആ റേറ്റാണ്. അപ്പോൾ 100, 150, 200, 50 ആ റേറ്റാണ് വരുന്നത്. പിന്നെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഈ സൺഡേ മാർക്കറ്റിൽ. ഈ കാണുന്ന ഷൂസിനൊക്കെ റേറ്റ് വരുന്നത് 150 ആ റേറ്റാണ്. ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പാർട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ചെറുതാക്കിയതാണ്. വേറെ ഒന്നുമല്ല, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കുറച്ചിട്ടുണ്ട് ചെരുപ്പിൻ്റെയൊക്കെ. സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ ചെറിയ സ്റ്റീൽ പാത്രത്തിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 10 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ഈ പ്ലേറ്റിനൊക്കെ 20 ആ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വന്നിങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഓരോ കടകളിലും ഓരോ വലിയൊരു കച്ചവടക്കാരെടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ഫ്ലാസ്ക് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലാസ്ക്, കുപ്പികൾ, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അടുക്കള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ട്രിമ്മർ എത്ര? 350. 350. ഇതോ എത്ര? 350. എല്ലാം 350. ഇതെന്ത് സംഭവം? 300. കോളുകാരൊക്കെ ബെൽറ്റ് എത്ര? ഇലക്ട്രോണിക് സാധനങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. റേഡിയോ ഐറ്റംസ്, അതുപോലെ തന്നെ അയൺ ബോക്സ്, അങ്ങനെ ഫാനുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ തന്നെ ഫ്രഷ് പീസായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഇവിടെ ബ്ലൂടൂത്ത്, ഹെഡ്സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് റേറ്റും കാര്യം ഒന്ന് ചോദിച്ച് നോക്കിയാലോ. ഈ കാണുന്ന ബാറ്റില്ലേ, ബാറ്റും ബോളും, ഇത് ബ്ലൂടൂത്ത് ആണേ. அது ப்ளூடூத் എത്ര? 350. 350. ഈ വാച്ച് എത്ര? வாட்ச் வந்து 500 DVR. ഇതൊക്കെ പുതിയതാണ്. ഇത് യൂസ്ഡ് ആയിട്ടുള്ള വാച്ചല്ല. അപ്പോൾ ഹെഡ്സെറ്റില്ലേ, അതിനൊക്കെ റേറ്റ് വരുന്നത് ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഹെഡ്സെറ്റിനൊക്കെ റേറ്റ് പറഞ്ഞത് 100 ആ റേറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക്, കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. റേറ്റ് ആദ്യം ഇവർ റേറ്റ് പറഞ്ഞാലും നമുക്ക് റേറ്റ് കുറച്ച് മേടിക്കാവുന്നതാണ്. ഇത് ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യണ ക്ലീനറില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 1000 റുപ്പീസാണ്. അപ്പോൾ അതൊക്കെ ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ. ഈ വെയിറ്റിംഗ് മെഷീനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200, 300 ആ റേറ്റാണ് പറഞ്ഞത്. ലാൻഡ് ഫോണൊക്കെ റേറ്റ് പറഞ്ഞത് 100 ആ റേറ്റാണ്. ലാൻഡ് ലൈൻ ഫോണില്ലേ, അതിനൊക്കെ റേറ്റ് പറഞ്ഞത് 100 ആ റേറ്റാണ്. ഇവിടെ വലിയൊരു കച്ചവടക്കാരൊക്കെ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ റേറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് റേറ്റും കാര്യവും നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ സാധനങ്ങൾക്ക് പുറമെ ചെരുപ്പ്, ബെൽറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്പീക്കർ എത്ര? 500. ഈ ലാൻഡ് ഫോൺ എത്ര? 300. ഇതെത്ര? വെയിറ്റ് ബ്രിഡ്ജാ? മെഷീൻ നല്ല ലാഭമല്ലേ. അത് ഡിജിറ്റലാണ്. അതിന് റേറ്റ് പറയുന്നത് 300 രൂപ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കി ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെയും കളക്ഷനിലേക്കാണ്. ഇതിൽ ഏതെടുത്താലും റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കുറേ കളക്ഷനുണ്ട്. ഷൂസൊക്കെ വന്നിട്ടുള്ളത് ഇത്തരം മോഡൽ കളക്ഷനാണ്. ഷൂസിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഈ ഷൂസിൻ്റെ റേറ്റ് പറഞ്ഞത് 500 രൂപ റേറ്റാണ്. ഇവിടെ ചില കടകളിലൊക്കെ, കടകളല്ല, ഈ വലിയൊരു കച്ചവടക്കാരെടുത്ത് തന്നെ ചില ചെരുപ്പിനും ഷൂസിനൊക്കെ റേറ്റ് കൂടുതലാണ്. ഈ സെയിം സാധനം തന്നെ അടുത്ത് ഉള്ള കടകളിൽ ചില കടകളിലൊക്കെ റേറ്റ് കുറവുമാണ്. അപ്പോൾ നമുക്ക് വിലയൊക്കെ ചോദിച്ച് വിലയൊക്കെ ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെരുപ്പ് വാരി കൂട്ടിയിട്ടേക്കുവാണ്. ഇപ്പോൾ റേറ്റ് കിട്ടുമല്ലോ. ഭാഗത്ത് കാണുന്ന ചെരുപ്പൊക്കെയാണ് 3 ജോഡി 100 രൂപ റേറ്റ് പറഞ്ഞത്. ഇപ്പുറത്തെ ഭാഗത്തൊക്കെ കാണുന്ന ചെരുപ്പിന് റേറ്റ് പറഞ്ഞത് 120 ആണ്. 120 രൂപ ആ റേറ്റാണ് പറഞ്ഞത്. ഇതൊക്കെ 350 രൂപ കേട്ടോ. ഇതിന് 350, 400 രൂപ, 150. ഇതൊക്കെ 150, 200 ഒക്കെ ഉള്ളു കേട്ടോ. ഇതെല്ലാം
ഒക്കെ 180 ഉള്ളൂ. ഇതെത്ര? 160. ഇതാ ഇതെത്ര? 200. ഈ പമ്പ് സൈക്കിൾ പമ്പിനൊക്കെ 120 രൂപ കേട്ടോ. എല്ലെങ്കിൽ എത്ര? 100 രൂപ. കട്ടിങ്ങാ പ്ലെയറാ 120. അതൊക്കെ എത്ര? സ്കൂട്ടറൊക്കെ എത്ര? സ്കൂട്ടർ എത്ര? ഇതൊക്കെ എത്ര? இதெல்லாம் வந்து 50 ரூபா 40 ரூபா 50 രൂപ 40 രൂപ 40 ரூபா இது 40 ரூபா ഒക്കെ 40 രൂപ. ചാവി സെറ്റൊക്കെ? இது 60 ரூபா ഈ ചാവി സെറ്റൊക്കെ? ആ ചാവി ഈ ചാവി എല്ലാം வந்து உங்களுக்கு 50 ரூபா 60 ரூபா 80 ரூபா 100 ரூபா സ്പാൻഡ്രാ ஸ்பான செட் எல்லாம் 300 ரூபா 350 ரூபா 300 ரூபா 350 ரூபா ஸ்பான செட் பாருங்க. இதெல்லாம் வந்து 160 ரூபா 150 ரூபா. இதெல்லாம் 150 ரூபா 160 ரூபா. இதெல்லாம் 150 ரூபா 160 ரூபா தான். இதெல்லாம் கத்திரிக்காய் எத்தனை? 40 ரூபா 30 ரூபா 40 ரூபா. ഇതെത്ര? இது அதெல்லாம் வந்து உங்களுக்கு 70 ரூபா. இதெல்லாம் அந்த பைப் ரேஞ்ச் எல்லாம் வந்து உங்களுக்கு 300 ரூபா ஆகும். പൈപ്പ് റേഞ്ചിലൊക്കെ 300 കേട്ടോ. 300 ரூபா 300 ரூபா. നല്ല വില കുറവ്. ഓൻ അത്തി മാറുന്നുണ്ടോ? ആക്കാ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുമോ? ரேட் ஜாஸ்தியா வேணுமோ ரேட் கம்மியா பண்ணி தரோம். ഓ எவ்வளவு ஜாஸ்தியா எடுக்குறோ ആൾക്കാർ വരുമ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കണം. കേരള എന്നൊക്കെ വരും. ஓ வட்டு அதுக்கு என்ன இருக்கா ரொம்ப முடிஞ்ச அளவு கம்மி பண்ணி தரோம். ഓക്കെ താങ്ക്സ്. 3000 ரூபா. 3000 രൂപ. ഫോണൊക്കെ എത്ര വരുന്നത്? ഫോൺ സ്റ്റാർട്ടിങ് 1000 രൂപയിல இருந்து இருக்கு 4G மொபைல். 1000 ரூபாயில இருந்து இருக்கு. 1000 ഏതാ? 1000ന്റെ ഏതാ? 5G ഉണ്ടോ? 5G இல்ல 4G. ഇതൊക്കെ 1000 രൂപ. இது 1000 இது 2500. ഉണ്ട്. கிளாஸ் மட்டும் கிராக் ஆயிக்கணும். ஒர்க்கிங் எல்லாமே ஒர்க்கிங் தான். ഇതൊക്കെ ആകുമ്പോൾ എത്ര? இது வந்துட்டு 1500. 1500. ഇതാകുമ്പോഴാ സാംസങ് இது வந்துட்டு 3 ரூபா வரும். 3000. ഒക്കെ വാറണ്ടി ഉണ്ടോ? வாரண்டி கடைக்கு வந்தால் மேக்ஸிமம் கம்ப்ளைண்ட் எதுவும் இல்லை. எல்லாமே யூஸ் பண்ணுறது தான். வாரண்டி வேணும்னா 3 மாதம் வாரண்டி தரும். 3 മാസം. റിയൽമി എത്ര? அது ரெட்மி. റെഡ്മി இது வந்துட்டு 3500. 3500. ഒപ്പോടെ ആകുമ്പോഴാ? இது ஓப்போவா? இது 4 ரூபா வரும். 4000. கஸ்டமர் டேட்டா அப்படியே இருக்கு. அது வந்து ஸ்கிராப் இருக்குது. ഇതൊക്കെ സ്ക്രീൻ കാർഡാ? டெம்பர் எல்லாமே 80. 80. ஃபுல் டெம்பர். ப்ளூடூத் 250. 250. ഈ കോയമ്പത്തൂർ യൂസ്ഡ് ഫോണിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ചിലത്തൊക്കെ റേറ്റ് കുറവുണ്ട്, ചിലത്ത് റേറ്റ് കൂടുതലുണ്ട്. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു. അടുത്തായിട്ട് തന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അതൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വന്നിട്ടുള്ളത് ഡബിൾ ഡോറിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് 3000, 5000 ആ റേറ്റാണ്. ഫ്രിഡ്ജിൻ്റെ റേറ്റ് പറഞ്ഞത് 5000 രൂപ റേറ്റ്. ഫ്രിഡ്ജ് എത്ര? 5000. ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിനാണ് 3000 രൂപ റേറ്റ് പറഞ്ഞത്. ഈ കാണുന്ന വാഷിംഗ് മെഷീനൊക്കെ റേറ്റ് പറഞ്ഞത് 4000 ആ റേറ്റൊക്കെയാണ്. വാഷിംഗ് മെഷീൻ വന്നിട്ടുള്ളത് ഗോദ്റേജിൻ്റെ കമ്പനിയാണ്. ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് LG, വേൾപൂള് അങ്ങനത്തെ കമ്പനികളൊക്കെയാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് മിഠായിത്തെരുവില്ലേ, അവിടെ ഈ വരിയോര കച്ചവടക്കാർ അടുത്തടുത്തായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാരിക്കൂട്ടി ഇട്ടേക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ കോയമ്പത്തൂരും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഷൂസിൻ്റെ കളക്ഷനാണ്. ഷൂസും ഇതിൽ തന്നെ വാച്ചിൻ്റെ കളക്ഷനും വരുന്നുണ്ട്. ഷൂസൊക്കെ റേറ്റ് വരുന്നത് 150 ആ റേറ്റൊക്കെയാണ് പറഞ്ഞത്. ആ മോഡൽ ഷൂസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഈ ലേസ് കെട്ടുന്ന ടൈപ്പില്ലേ, അതിനൊക്കെയാണ് റേറ്റ് 150 ആ റേറ്റ് പറഞ്ഞത്. വാച്ചിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 200 രൂപ റേറ്റാണ്. വാച്ചൊക്കെ 200 രൂപ കേട്ടോ. ചെയിൻ ടൈപ്പിൽ വരുന്ന വാച്ചുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നോക്കിയത് ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ്. ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ വരുമ്പോൾ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഫാനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 400, 600 ആ റേറ്റാണ്. വലിയ ഫാനില്ലേ, ടേബിൾ ഫാൻ, അതിന് റേറ്റ് പറഞ്ഞത് 1600 റേറ്റാണ്. ഇവിടെ തന്നെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ,
ഹെഡ്സെറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. DVD പ്ലെയർ അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. മിക്സിക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 200 രൂപ റേറ്റാണ്. 200 രൂപ റേറ്റ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാം. പിന്നെ ഈ കാണുന്ന ടോയ്സിലെ അതിന് റേറ്റ് വന്നിട്ടുള്ള 3 എണ്ണം 50 രൂപ ആ റേറ്റാണ് വന്നിട്ടുള്ളത്. ഫാനൊക്കെ എത്ര? 1600. ഇത് 650, ഇത് 450. ലേഡീസ് ചപ്പലെല്ലാം 50 100 50 100. ലേഡീസ് ചപ്പലെല്ലാം 50 100. ലേഡീസ് ചപ്പലെല്ലാം 50 100 50 100. ലേഡീസ് ചപ്പലെല്ലാം 50 100. ലേഡീസ് ചപ്പലെല്ലാം 50. ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 100 ആ റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ താക്കോൽ കൂട്ടങ്ങളിലേക്കാണ്. പൂട്ട് സെറ്റില്ലേ, ലോക്ക് സെറ്റ്, അതിൽ റേറ്റും കാര്യം നമുക്കെന്നാ ചോദിച്ച് മനസ്സിലാക്കിയാലോ. 250 200 ഇതൊക്കെ 200. ഇതൊക്കെ 200 അല്ലേ? ഇതാകുമ്പോഴാ എത്ര? 4. സെറ്റിലേക്ക് വരുമ്പോൾ റേറ്റ് പലതിനും പല റേറ്റാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ തടി കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കിച്ചൺ ഐറ്റംസ് ഉണ്ട് അതിൽ തന്നെ. പിന്നെ നമ്മൾ ഷെൽഫിലൊക്കെ വെക്കുന്ന ടൈപ്പിലെ ആ സാധനങ്ങളുണ്ട്. പിന്നെ ഇടികല്ലിൻ്റെ തടിയിൽ തന്നെ ഉണ്ടാക്കിയ ടൈപ്പ് ചക്രം. ഫ്രണ്ട്സ്, അതിൻ്റെ പേര് ആമാടപ്പെട്ടി എന്നല്ലേ. അതിന് റേറ്റ് പറഞ്ഞത് 250 രൂപ റേറ്റാണ്. ആ കാണുന്ന തോക്കില്ലേ അതിനാണ് റേറ്റ് പറഞ്ഞത് 500 രൂപ റേറ്റ്. ഈ കാണുന്ന വഞ്ചിക്കുടുക്കയില്ലേ അതിനും റേറ്റ് പറഞ്ഞത് 250 രൂപ റേറ്റാണ്. കിച്ചൺ ഐറ്റംസിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തവിയില്ലേ കയ്യിൽ അതിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ടീഷർട്ടിൽ 50 രൂപ 50 രൂപ 50 രൂപ. ബ്രാൻഡ് ടീഷർട്ടിൽ 100 രൂപ 100 രൂപ 100 രൂപ. വാങ്ങ. ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 50 100 ആ റേറ്റാണ്. ഇവരെടുത്ത് തന്നെ ഈ നൈറ്റിയില്ലേ നൈറ്റ് ഡ്രസ്സ് അതിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. അതിനും റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. വാച്ചിന് റേറ്റ് വരുന്നത് 150 100 ആ റേറ്റാണ്. ഇതിനടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. 100 രൂപ വാച്ചാണ് ഈ ഫസ്റ്റിലെ വെച്ചേക്കുന്നത് ഈ കാണുന്ന വാച്ചൊക്കെ. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ചെയിൻ ടൈപ്പിലെ വാച്ചുകളാണ്. അതിനൊക്കെ റേറ്റ് വരുന്നത് 150 രൂപ ആ റേറ്റുമാണ്. ഇവരുടെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ സൂചി ടൈപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ചില്ലേ അങ്ങനത്തെ മോഡൽ വാച്ചും ഉണ്ടായിരുന്നു. സ്മാർട്ട് വാച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ എയർ കൂളർ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് പറഞ്ഞത് 1500 അങ്ങനെ പല റേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് റേറ്റും കാര്യമൊന്നും അവരോട് തന്നെ ചോദിച്ച് അറിയാം. എന്താ ഡെക്കല 1500 ആണോ? വർക്കിംഗ് എത്ര? 4500 ആണോ? 4500 വർക്കിംഗ്. ഇതിനടുത്ത് തന്നെ സ്പീക്കർ അതുപോലെ തന്നെ ബജാജിൻ്റെ ഫാന് അങ്ങനെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വിലയൊക്കെ റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. എയർ കൂളറും ഒക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ കാണുന്ന മിക്സിയിലെ അതിനൊക്കെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് 100 രൂപ ആ റേറ്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഫ്രഷ് സാധനങ്ങളല്ല, യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ കാണുന്ന മെറിറ്റിൻ്റെ തയ്യൽ മെഷീന് റേറ്റ് പറഞ്ഞത് 1000 രൂപ റേറ്റാണ്. റേറ്റ് ഒരു കുറച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ഗ്യാസിൻ്റെ കുറ്റി അടുപ്പുകൾ അതെല്ലാം ഉണ്ട്. സ്പീക്കർ ഫാൻ ഐറ്റംസ് അതൊക്കെ ഉണ്ട്. ഇവിടെ ഗ്യാസ് അടുപ്പില്ല. ഗ്യാസ് അടുപ്പിൻ്റെ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു കടയാണ് ഈ കട. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങൾക്കും ഹോൾസെയിൽ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 60 രൂപ റേറ്റാണ്. പിന്നെ 100 രൂപ റേറ്റ് വരുന്ന ചെരുപ്പുകളും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 60 രൂപ കളക്ഷനിൽ വരുന്ന ചെരുപ്പാണ്. കുട്ടികളുടെ ചെരുപ്പായിരുന്നു ഇവിടെ കൂടുതൽ. ഇതൊക്കെയാണ് 100 രൂപ റേറ്റ് വരുന്ന ചെരുപ്പിൻ്റെ കളക്ഷൻ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ കാണുന്ന ഇടികല്ലിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 20 രൂപ റേറ്റാണ്. ആ ചെറിയ ഇടികല്ലിനാണ് 20 രൂപ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് 1 കിലോമീറ്റർ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളേ. അപ്പോൾ അവിടുന്ന് നടന്നു വരുമ്പോൾ മരക്കട എന്ന് പറയുന്ന പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് മരക്കട എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതിനെത്ര റേറ്റ് എത്ര 3000 രൂപ പറഞ്ഞു കൊടുക്കുമല്ലോ.